ശ്രുതിയുടെ കാര്യം എന്തായാലും തീരുമാനമായിട്ടോ. ഏതോ ജന്മകൽപ്പന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു, പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലിങ്ങനെ വണ്ടിയിൽ പോകുന്നൊരു രംഗമാണല്ലോ നമ്മൾ എപ്പിസോഡ് എൻഡിങ്ങിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പോകും വഴി ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നതും ശേഷം നമ്മുടെ ശ്രുതിയെ വണ്ടിയിൽ നിന്നും തള്ളിയിടുന്നുണ്ട്. പാതിരാത്രിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ രാത്രി എങ്ങനെ പോകും, വീട്ടിലെത്തും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയണ്ട, നീ എങ്ങോട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ പോകുന്നുണ്ട്. തിരിച്ച് നമ്മുടെ ശ്രുതി എങ്ങനെയൊക്കെയോ വീടെത്തുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചിയോട്, ഇതേവരെ അയാളെന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ശിക്ഷാവിധി എന്താ പറയുക, ആ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അനുസരിച്ച് ഏറ്റവും വലിയ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ വളരെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അയാൾ എന്നെ കണ്ടപ്പോൾ മുതൽ ദ്രോഹിക്കാൻ തുടങ്ങിയാണ്, എന്തോരോ ആയി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പ്രീതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അശ്വിൻ നമ്മുടെ ശ്രുതി വീട്ടിൽ സേഫായിട്ട് എത്തിയോന്നറിയാൻ പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഫുള്ള് നമ്മുടെ കടലമിഠായി എന്നും പറഞ്ഞ് നമ്മുടെ അശ്വിനെ കുറ്റം പറയുന്ന രംഗങ്ങളാണ്, നമ്മുടെ പ്രീതിയുടെ അടുത്ത് കുറ്റം പറയുന്ന രംഗങ്ങളാണ് നമ്മുടെ അശ്വിൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ ശ്രുതിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെ പുകിലായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.